100-200 കിലോമീറ്റർ ദൂരെയുള്ള ബന്ധുവീട്ടിലേക്ക് മൊബൈൽ ഫോൺ നാവിഗേഷൻ്റെയും ഗൂഗിൾ മാപ്പിൻ്റെയുമൊക്കെ സഹായത്തോടെ പോയാലും വഴിതെറ്റുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട്. എന്നാൽ 20,000-ലേറെ കിലോമീറ്റർ അകലെ ബന്ധുക്കൾ പോയിട്ട് പരിചയക്കാർ പോലുമില്ലാത്ത അപരിചിത ദേശത്തേക്ക് ആരും വഴികാട്ടാനില്ലാതെ വന്നുപോകുന്ന ധാരാളം പേർ ലോകത്തിലുണ്ട്. അവർ മനുഷ്യരല്ല, പക്ഷികളാണ്. മനുഷ്യരുടേതുപോലെ വെറും സഞ്ചാരമല്ല അവരുടേത്, മറിച്ച് ദേശാടനമാണ്. മൈഗ്രേറ്റസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മൈഗ്രേഷൻ എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത്. ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് മാറുക എന്നാണ് ഈ വാക്കിനർത്ഥം. ലോകത്തിലെ ഒട്ടുമിക്ക ജീവികളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദേശാടനം നടത്തുന്നവരാണെങ്കിലും പക്ഷികൾ ഇക്കാര്യത്തിൽ മറ്റാരെയും കടത്തിവിട്ടു. പുരാതന ഗ്രീക്ക് ചിന്തകരായ ഹോമർ, ഹെറോഡോട്ടസ്, അരിസ്റ്റോട്ടിൽ എന്നിവർ ദേശാടനം നടത്തുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കരിങ്കടൽ തീരത്തുനിന്നും നൈൽ നദീ തീരത്തേക്ക് പറക്കുന്ന കൊക്കുകളെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ ജോബിൻ്റെ പുസ്തകം, ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം എന്നിവയിലും പക്ഷികളുടെ ദേശാടനത്തെക്കുറിച്ചുള്ള വിവരണം കാണാം. പുരാതന ഈജിപ്തിലെ ചുമർ ചിത്രങ്ങളിലും ദേശാടന പക്ഷികളെ ആലേഖനം ചെയ്തിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അനുയോജ്യമായ കാലാവസ്ഥ, ആവാസ വ്യവസ്ഥ, ഭക്ഷണം, പ്രത്യുൽപാദനം തുടങ്ങിയവയൊക്കെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാണ്. അതിനനുസരിച്ച് ജീവിത രീതി ക്രമീകരിക്കാനുള്ള ജീവജാലങ്ങളുടെ തികച്ചും സ്വാഭാവികമായ ഉപായമാണ് ദേശാടനം അഥവാ മൈഗ്രേഷൻ. ഒട്ടുമിക്ക ജീവികളും ദേശാടനം നടത്തുന്നുണ്ടെങ്കിലും ആർട്ടിക്, അറ്റ്ലാന്റിക് മേഖലകളിലാണ് ഈ പ്രതിഭാസം കൂടുതലായും കാണപ്പെടുന്നത്. ശൈത്യകാലത്ത് ധ്രുവപ്രദേശങ്ങളിലെ കനത്ത മഞ്ഞുവീഴ്ചയിൽ നിന്നും രക്ഷപ്പെടാനാണ് പ്രധാനമായും ഈ യാത്ര. ദേശാടനം നടത്തുന്നതിലൂടെ ജീവികൾ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. അനുയോജ്യമായ കാലാവസ്ഥ, തണുപ്പ്, ചൂട്, മഞ്ഞ്, മഴ എന്നിവയിൽ നിന്നുള്ള രക്ഷപ്പെടൽ. ഭക്ഷണം, ഒരു പ്രദേശത്തെ ജീവജാലങ്ങളുടെ എണ്ണം പെരുകുന്നത് മൂലമുണ്ടാകുന്ന ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് കരകയറാൻ. സുരക്ഷിത വാസസ്ഥലം, ഇരപിടിയന്മാരിൽ നിന്നുള്ള രക്ഷ. പ്രത്യുൽപാദനം, പുതിയ തലമുറകൾക്ക് ജന്മം നൽകുക. പിറന്ന മണ്ണിലേക്കുള്ള തിരിച്ചുവരവ്. ദേശാടനക്കാരായ ജീവികളെ പ്രധാനമായും ട്രൂ മൈഗ്രേറ്റേഴ്സ്, ഫോൾസ് മൈഗ്രേറ്റേഴ്സ് എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. ട്രൂ മൈഗ്രേറ്റേഴ്സ് ദേശാടനം നടത്തിയ ജീവിതചക്രം അവസാനിപ്പിക്കൂ. എന്നാൽ പ്രകൃതിക്ഷോഭങ്ങളോ കൊടിയ വരൾച്ചയോ പോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഫോൾസ് മൈഗ്രേറ്റേഴ്സ് യാത്രയ്ക്കൊരുങ്ങൂ. വെർട്ടിക്കൽ മൈഗ്രേഷൻ, ഹൊറിസോണ്ടൽ മൈഗ്രേഷൻ എന്നിങ്ങനെയും ദേശാടനങ്ങളെ തരംതിരിക്കാറുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുത്തനെയുള്ള പ്രയാണങ്ങളാണ് ആദ്യത്തേത്. ഇത് പ്രധാനമായും ഭക്ഷണം കണ്ടെത്തുന്നതിനാവും. വശങ്ങളിലേക്കുള്ള പ്രയാണമാണ് ഹൊറിസോണ്ടൽ മൈഗ്രേഷൻ. ഇത് ഹ്രസ്വദൂരത്തിലും ദീർഘദൂരത്തിലും ആവാം. ദീർഘദൂര ദേശാടനം ചിലപ്പോൾ ധ്രുവങ്ങൾ തമ്മിലാവാം. ആർട്ടിക്കിൽ നിന്നും അന്റാർട്ടിക്കയിലേക്ക് പറക്കുന്ന പക്ഷികൾ വരെ ഭൂമിയിലുണ്ട്. എവിടെ തുടങ്ങുന്നുവോ അവിടെ തന്നെ തിരിച്ചെത്തുന്ന പ്രതിഭാസമാണ് ദേശാടനം. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, യാത്ര പുറപ്പെടലും ലക്ഷ്യസ്ഥാനത്തെ താമസവും തിരിച്ചുവരവും ചേർന്നതാണ് ഒരു ദേശാടന ചക്രം. ഒരു ജീവിതായുസ്സുകൊണ്ട് തീരാത്ത മൈഗ്രേഷൻ ചക്രങ്ങളുമുണ്ട്. മൊണാർക്ക് ബട്ടർഫ്ലൈ 4 തലമുറ കൊണ്ടാണ് യാത്ര പുറപ്പെട്ട സ്ഥലത്ത് തിരികെ എത്തുക. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തിലേക്ക് ജീവികൾ കൃത്യമായി എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ആരാണിവയ്ക്ക് വഴികാട്ടുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മാതൃദേശങ്ങളിലേക്ക് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചെന്നെത്തുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ഇന്നും നമുക്കറിയില്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തൊട്ട് മനുഷ്യന് ഒരു പിടിയുമില്ലാത്ത അതന്ത്രീയ ശക്തികൾ വരെ ഇക്കാര്യത്തിൽ ദേശാടനക്കാരായ ജീവജാലങ്ങളെ സഹായിക്കുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയാവുന്ന വഴികാട്ടികൾ ഇനി പറയുന്നവയാണ്.
സൂര്യനെന്ന കോമ്പസ് സൂര്യൻ്റെ ചംക്രമണ ദിശയ്ക്കനുസരിച്ച് ആകാശത്തെ പ്രകാശം, ഒപ്പം നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, പോളറോയിഡ് ലൈറ്റ് പോലെയുള്ള മറ്റു പ്രകാശിത ഉറവിടങ്ങൾ, ഭൂമിയുടെ കാന്തിക വലയം, സമുദ്രജലപ്രവാഹങ്ങൾ, ഭൂമിയുടെ ചൂട്, തണുപ്പ്, ചരിവ്, പ്രകൃതിക്ഷോഭങ്ങൾ, ഗന്ധങ്ങൾ, കാറ്റിൻ്റെ വേഗം, ഭൂമിയുടെ ഘർഷണം, ഭൂഗുരുത്വാകർഷണം, ജീവികൾക്ക് പ്രകൃതി നൽകിയ ദിക്കുകളെക്കുറിച്ചുള്ള അറിവുകൾ, ബയോളജിക്കൽ ക്ലോക്കുകൾ അഥവാ ജൈവ ഘടികാരങ്ങൾ, ഇവയ്ക്കൊപ്പം വലിയ യാത്രകൾക്കായി പ്രേരിപ്പിക്കുന്ന ജീനുകൾ വരെ ജീവികളുടെ ശരീരത്തിലുണ്ടാകുമത്രേ. ചുരുക്കത്തിൽ പ്രകൃതി തന്നെ ഈ ജീവജാലങ്ങൾക്ക് യാത്രയ്ക്കുള്ള വഴികാട്ടിയായി മാറുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.